ഹലോ വെൽക്കം ബാക്ക് ടു മിന്നൂസ് ഡയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വർക്ക് കഴിഞ്ഞ് വന്നിട്ടുള്ള എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ വീട്ടിലേക്കും ഏട്ടൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് കഴിഞ്ഞ് അരി അരയ്ക്കാൻ നിന്നു. അപ്പോൾ ഇന്ന് സാമ്പാർ വയ്ക്കാന്ന് വെച്ചിട്ട് ആ പരിപ്പ് അടുപ്പത്തേക്കാണ് കേട്ടോ. നമ്മൾ ഈ പരിപ്പും കടലൊക്കെ പയറൊക്കെ പാടെ ഇങ്ങനെ കുക്കറിൽ വിസിലടിക്കും വേണ്ടി ചിലപ്പോൾ ഈ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ തിളച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ തിളയ്ക്കുമ്പോൾ ഒരു സ്റ്റീൽ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ തിളച്ച് പോവില്ല കേട്ടോ. എനിക്കിതിൻ്റെ അമ്മ പറഞ്ഞ ഒരു ടിപ്പാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ ചോറും കുക്കറിൽ തന്നെ ആട്ടോ വെക്കുക. ഞാൻ 2 നേരം വെക്കുക, ചൂടുള്ള ചോറ് കഴിക്കാമല്ലോ. പിന്നെ സാമ്പാർ വയ്ക്കുക വെച്ചാൽ ഇപ്പോൾ ഞാനൊക്കെ അധികം കറി വെക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കും കൂടിയും പറ്റുന്ന കറികളാണ് കൂടുതലും വെക്കുക. ഇപ്പോൾ 2 പേരും ഒരുമിച്ച് ഇതേപോലെ താമസിക്കുകയാണ്, അല്ലെങ്കിൽ 2 പേരും വർക്കിന് പോകുന്നവരാണെങ്കിൽ അവർക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കും ഞാൻ പറയുന്ന കാര്യം. കാരണം നമ്മൾ വ്യത്യാസത്തെയും കൂടിയുള്ള കറികളായിരിക്കും അധികം വെക്കുന്നുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാമ്പാർ, മോരുകറി അങ്ങനത്തെ കറികളൊക്കെ നമുക്ക് പിറ്റേ ദിവസം തലേദിവസം ഉണ്ടാക്കിയ പിറ്റേ ദിവസത്തേക്കും കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലത്തെ പണി ഒഴിഞ്ഞ് കിട്ടി. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നുറുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തേങ്ങ പൊട്ടിക്കട്ടെ. എനിക്ക് തേങ്ങ പൊട്ടിക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ തേങ്ങ പൊട്ടിച്ചതാണ് കേട്ടോ. അത് കയ്യിലിങ്ങനെ വെച്ചിട്ട്. ഇതിന് മുന്നേ ഞാൻ തേങ്ങനെ പൊട്ടിക്കുക വെച്ചാൽ നിലത്ത് തേങ്ങ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വിട്ടും. അങ്ങനെയൊക്കെയായിരുന്നു, സാഹസികമായിട്ടൊക്കെ ആയിരുന്നു ഞാൻ തേങ്ങ പൊട്ടിച്ചായിരുന്നു. ആദ്യമായിട്ട് ഈ ക്യാമറ മുന്നിൽ അത് ആദ്യമായിട്ടാണ് ഞാൻ കയ്യിൽ വെച്ചിട്ട് നോർമലായിട്ട് ഇങ്ങനെ തേങ്ങ പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷപ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. പിന്നെ വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്ടിയെടുക്കുമല്ലോ സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പോൾ തേങ്ങ വറുത്തരച്ച സാമ്പാറായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. പിന്നെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഉലുവയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി മൂപ്പിച്ചെടുക്കണം. അങ്ങനെയാണ് ഈ റെസിപ്പി എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ അത് തിളയ്ക്കുമ്പോഴേക്കും മീൻ കാര്യങ്ങളൊക്കെ റെഡിയാക്കായിരുന്നു കേട്ടോ. സാമ്പാർ പിന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് വർക്ക് കഴിഞ്ഞിട്ട് ഏട്ടൻ വന്നിട്ടോ. അപ്പോൾ ഞാൻ ഏട്ടന് ഡോർ തുറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറയണത് വീഡിയോ ഓണാണ്, വീഡിയോ എടുക്കുകയാണ് പറഞ്ഞപ്പോൾ ഏട്ടൻ വന്ന വഴി ഞാൻ ഉടൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൈമും കൊണ്ട് തേങ്ങ അരച്ചിട്ടൊക്കെ കറിയിലൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ നിന്ന് തിളയ്ക്കാണ്. അപ്പോൾ മീൻ മാഗ്നേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് വേണം സാമ്പാർക്ക് വീണ്ടും തിരിയാൻ എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ മീനൊക്കെ നന്നായി മാഗ്നേറ്റ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജ് കയറ്റി കേട്ടോ. അപ്പോൾ സാമ്പാറൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തിടാൻ മാത്രമല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി സെറ്റായി. അപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് മീൻ വറുക്കാന്ന് വെച്ചപ്പോൾ കറിവേപ്പില തീർന്നു കേട്ടോ. പിന്നെ അടുക്കളപ്പുറത്ത് പോയിട്ട് കറിവേപ്പിലും പറിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മീൻ വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണു. വേറെ വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.